എൻ്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. ഇത് യാഥാർത്ഥ്യവുമാണ്. ഏവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് ഷജിത് നടുവിൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. ഇത് മഹാത്മജിയുടെ വാക്കുകളാണ്. ഇതും ജീവിതവും തമ്മിൽ എന്താണ് അർത്ഥമെന്നല്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ എല്ലാ വേദനകൾക്കും നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും പ്രഥമമായ കാരണം നമ്മൾ തന്നെയാണ്. നമ്മളതിനെ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നതാണ് സത്യം. നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മുടെ സന്തോഷകരമല്ലാത്ത ജീവിതങ്ങൾക്കും നാം മറ്റുള്ളവരെ പഴിചാരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ജീവിതത്തിൽ പരിശീലിക്കുക. ഞാൻ പറയുന്ന ഈ ചില കാര്യങ്ങളിലൂടെ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റാൻ പറ്റും. പൂർണ്ണമായും ഇതുകൊണ്ട് മാത്രം ഒരു ജീവിതം സന്തോഷകരമാക്കുമെന്നല്ല, മറിച്ച് സാധാരണ നിലയിൽ നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ഒന്ന് പരിശീലിച്ചു നോക്കുക. ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നാം ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ആദ്യത്തെ ശീലം നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല സൗഹൃദങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തെ കണ്ടെത്താൻ സാധിക്കും. ഒരു വലിയ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഈ ലോകത്ത് വ്യത്യസ്തമായ ജനങ്ങളുമായി വ്യത്യസ്ത സ്വഭാവമുള്ളവരുമായി നാം ഇടപഴകേണ്ടി വരാം. അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീരുന്നതുമാണ്. അത്തരം സമ്മർദ്ദങ്ങളിൽ അടിമപ്പെടാതിരിക്കാൻ, ഈ ലോകത്ത് നിന്ന് നമ്മെ ഒന്നുമല്ലാതാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാകാൻ നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതിലൂടെ നമുക്ക് സാധിക്കും. സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ആ വാക്കിന് വളരെ വലിയ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. എല്ലാ സൗഹൃദങ്ങളും ജീവിതത്തിൽ സന്തോഷങ്ങൾ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലൂടെ നല്ല സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അവരുമായി നാം ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായി തീരും. നല്ല നല്ല ഓർമ്മകൾക്ക് അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പറയാനുള്ളതും പങ്കിടാനുള്ളതും യാതൊരുവിധ ഭീതിയും കൂടാതെ രഹസ്യ സ്വഭാവത്തോട് സൂക്ഷിക്കുമെന്ന ഉറപ്പോടുകൂടി നമുക്ക് പറയുവാനും അതോടൊപ്പം തന്നെ പങ്കുവെക്കാനും സാധിക്കുന്നുവെങ്കിൽ അത്തരം സൗഹൃദങ്ങളെ നമുക്ക് ജീവിതത്തിൽ ആത്മാർത്ഥതയുള്ളതായി കാണാം. അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമ്മെ ശക്തരാക്കും, നമുക്കൊരു ധൈര്യം നൽകും. നമ്മോടൊപ്പം സുഹൃത്തുക്കളുണ്ട് എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളെ തരണം ചെയ്യാൻ പ്രാപ്തരാക്കും. നമ്മെ കേൾക്കാനും നമ്മൾ വേദനിക്കുന്ന സമയങ്ങളിൽ നമ്മോടൊപ്പം കൂടെയിരിക്കാനും നമുക്ക് ധൈര്യം നൽകാനുമൊക്കെ ഒരാളുണ്ട് എങ്കിൽ അത് പങ്കാളിയാകാം, അതല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം. അത്തരമൊരു സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ ജീവിതം സുന്ദരമായിരിക്കും, സന്തോഷകരമായിരിക്കും. ഏത് പ്രതിസന്ധികളിലും ഏത് വെല്ലുവിളികളെയും നേരിടാൻ അവ നമ്മെ സഹായിക്കും, നമ്മെ ശക്തരാക്കും. വ്യത്യസ്തമായ ജനങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ അത്തരത്തിലുള്ള ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റാൻ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് സാധിക്കും. ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഉയർത്തുക, ജീവിതത്തിൽ ഉണ്ടാക്കുക, കണ്ടെത്തുക, അതിനെ പരിപാലിക്കുക. ഇത് ജീവിതത്തിൽ നിങ്ങളെ സന്തോഷകരമായ ജീവിതത്തിനായി നിങ്ങളെ സഹായിക്കും. ഈ സമയവും കടന്നുപോകും. ഒരുപാട് നാം കേട്ട ഒരു വാക്യമാണിത്. ഇത് കേൾക്കുമ്പോൾ പറയാൻ എന്തെളുപ്പമാണ് ഇത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഞാനും അത് ശരിവെക്കുന്നു. പക്ഷേ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഈ വാക്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദിനം പ്രതി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വാക്യം മനസ്സിരുത്തി നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക. ഈ സമയവും കടന്നുപോകും. നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും സധൈര്യം നേരിടുവാനും അതിൽ വിജയം കണ്ടെത്താനും ഈ വാക്യം നിങ്ങളെ സഹായിക്കും. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഈ വാക്യം നൽകും എന്ന് കരുതി വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നിങ്ങൾ നേരിടുന്ന സമയത്ത് ഈ വാക്യം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും ഒരു പരിധിവരെ നിങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ ഈ വാക്യത്തിന് ശക്തിയുണ്ട്. ഒരിക്കലും വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ വാക്യം കൊണ്ട് രക്ഷപ്പെടാമെന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മനോധൈര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വാക്യത്തിന് ശക്തിയുണ്ട്. എത്ര വലിയ പ്രതിസന്ധിയായാലും ശരി, എത്ര വലിയ വെല്ലുവിളികളാണെങ്കിലും ശരി, ആ സമയത്തും മനസ്സുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം, ഈ സമയവും കടന്നു പോകും. നമുക്കറിയാം, ഇരുണ്ടുകിടക്കുന്ന കാർമേഘങ്ങൾ നീങ്ങുന്ന സമയത്ത് പ്രകാശം ചൊരിയുന്ന സൂര്യനെ നമുക്ക് ദർശിക്കാൻ സാധിക്കാറുണ്ട് പകൽ സമയങ്ങളിൽ. അതുപോലെ
ജീവിതത്തിലെ കാർമ്മികങ്ങളാകുന്ന പ്രതിസന്ധികളെ നീക്കിക്കൊണ്ട് സൂര്യപ്രകാശം പരത്തുന്ന സൂര്യനെ കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ശക്തി ഉണ്ടാകണം ജീവിതത്തിൽ. ഏത് പ്രതിസന്ധിയെയും സധൈര്യം നേരിട്ടുകൊണ്ട് സന്തോഷപ്രദമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും ഈ വാക്യം നിങ്ങൾ ഉരുവിടുന്നതിലൂടെ. വെല്ലുവിളികൾക്കപ്പുറത്ത് സുന്ദരമായിരിക്കുന്ന ഒരു ദിവസം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നേറാൻ സാധിക്കും. നല്ലൊരു നാളെ നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന വിശ്വാസം നമ്മെ ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ തളരുന്ന സമയത്ത് കൈത്താങ്ങായി, അതിനപ്പുറത്ത് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നല്ലൊരു നാളെ നമുക്കുണ്ട് എന്ന ചിന്തയോടുകൂടി ഈ സമയവും കടന്നു പോകുമെന്ന മനോഹരമായ ചിന്ത നമ്മുടെ മനസ്സുകളിൽ നിറയട്ടെ. അതുവഴി ജീവിതം സന്തോഷകരമാകട്ടെ, വിജയപ്രദമാകട്ടെ. അതിന് നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ സന്തോഷിക്കുവാൻ, ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു പ്രധാനമായ കാര്യം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രമിക്കണം നമ്മൾ. ജീവിത വിജയം നേടാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. നമ്മളിൽ പലരും വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ വിജയം ഏത് മേഖലയിലായാലും ശരി, അത് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിച്ചതായി കരുതുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. തികച്ചും തെറ്റായൊരു കാര്യമാണത്. നമ്മുടെ വിജയം എന്നത് നാം അവ സ്വയം അംഗീകരിക്കുമ്പോഴാണ്, മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴല്ല എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി നാം ആഹോരാത്രം പ്രയത്നിക്കുന്നു. നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മെ തളർത്തുന്നു, നമുക്ക് ജീവിത വിജയത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. നമ്മിലെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ ആഘോഷിക്കുക. നാം നമുക്ക് വേണ്ടി ജീവിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായോ പുകഴ്ത്തുവാനായോ പ്രശംസക്കോ വേണ്ടി കാത്തിരിക്കാതിരിക്കുക. നമ്മുടെ വിജയം നമ്മിൽ തന്നെയാണ്, നാം ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളിലും ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നാം നമുക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ. വിജയപ്രദമായ ഒരു ജീവിതത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. ബി ഫ്ലെക്സിബിൾ. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു ഗുണം എന്നത്, ഒരു ശീലം എന്നത് എപ്പോഴും ഫ്ലെക്സിബിളായി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങൾക്കും ഓരോ നിയോഗമുണ്ട്. നാം ചിലവിടുന്ന ഓരോ നിമിഷങ്ങൾക്കും ഓരോ നിയോഗമുണ്ട്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ഒരു സാമൂഹിക ജീവിയാണ്. ഒരു വലിയ സമൂഹത്തിൽ വ്യത്യസ്തമായ ജനങ്ങൾ ജീവിക്കുന്ന, വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമൊക്കെ. നാം ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. പരമാവധി സമൂഹത്തിലെ ജനങ്ങളുമായി ഇടപഴകാൻ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ചിലപ്പോഴൊക്കെ നാം കാണാറുണ്ട്, ഏതെങ്കിലും ഒരു പരിപാടിയിലൊക്കെ നാം പങ്കെടുക്കുന്ന സമയത്ത്, അത് വിവാഹമായാലും ശരി, പൊതുപരിപാടിയായാലും ശരി, ഏത് പരിപാടിയും ആയിക്കൊള്ളട്ടെ, അതിലൊക്കെ ചിലർ വളരെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് പലയിടത്തും വീക്ഷിക്കാൻ സാധിക്കും. ഈ ജീവിതത്തിൽ എന്തിനാണ് ഇത്രമാത്രം ഗൗരവം എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകുകയും സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും പെരുമാറുകയും പരിചയപ്പെടുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലൂടെ നമ്മുടെ സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതങ്ങളും തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോധൈര്യത്തെ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് നിമിഷത്തിലും ഏത് സമയത്തും എവിടെ വച്ചായാലും ശരി, നമ്മോടൊപ്പമുള്ളവരോട് പരിചയപ്പെടുവാനും അവരോടൊപ്പം ഇടപഴകാനും അത്തരത്തിൽ സന്തോഷം ജീവിതത്തിൽ കണ്ടെത്താനും ശ്രമിക്കുക. അതുവഴി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ വിജയപ്രദമാക്കി കൊണ്ടുവരാൻ സാധിക്കും. ജീവിതം ആനന്ദകരമാക്കാൻ, ജീവിതം സന്തോഷകരമാക്കാൻ, ഒരു പരിധിവരെ വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ നമുക്ക് അത്യാവശ്യമായി ജീവിതത്തിൽ പരിപാലിക്കേണ്ടുന്ന, ശീലിക്കേണ്ടുന്ന ഗുണങ്ങളിലൊന്ന് ആരോഗ്യ പരിപാലനമാണ്. ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രമെഴുതാൻ സാധിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ചുമരെന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതമാണ്, ശരീരമാണ്. എത്രമാത്രം വലിയവനായാലും ശരി, എത്രമാത്രം പ്രശസ്തി നേടുന്നവനായാലും ശരി, എത്രമാത്രം സമ്പത്തുള്ളവനാണെങ്കിലും ശരി, സമ്പത്തില്ലാത്തവനാണെങ്കിലും ശരി, അവരുടെ ജീവിതം ആനന്ദകരമാകണമെങ്കിൽ ആരോഗ്യ പരിപാലനം അത്യാവശ്യമാണ്. വ്യായാമങ്ങളിലൂടെ, യോഗയിലൂടെ, മറ്റ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിൽ ആനന്ദകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിലും നാം മറ്റ് സമ്പത്തുകൾക്ക് തേടിപ്പോകുന്ന സമയത്ത് നാം അറിയാതെ പോകുന്ന ഒന്നാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ സുന്ദരമായ ആരോഗ്യമാണ്. അസുഖമില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതമാണ്. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ വ്യായാമം സഹായിക്കുന്നു എന്ന് മോഡേൺ സയൻസ് പോലും ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. ജീവിതത്തിൽ ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുക,
അത് ഒരു പരിധിവരെ ഉന്മേഷമുള്ളവനായി ആനന്ദമുള്ളവനായി നമ്മെ മാറ്റും. 24 മണിക്കൂറുകൾ പ്രപഞ്ചം നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു ദിവസം. ആ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി, അതിനുള്ള വ്യായാമ മുറകൾക്ക് വേണ്ടി, അതിനുള്ള ബാക്കി നടപടികൾക്ക് വേണ്ടി ചിലവഴിക്കുവാനും മാറ്റിവെക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരും. അതോടൊപ്പം തന്നെ വിജയപ്രദമായി മാറും. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഏത് വേദികളിലും എവിടെയായാലും നമ്മുടെ ജീവിത വഴിത്താരയിൽ നമ്മൾക്ക് വിജയം കൈവരിക്കണമെങ്കിൽ മറ്റെല്ലാ ശീലങ്ങളുണ്ടെങ്കിലും, എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും, എത്രമാത്രം വിജയപ്രദമാകുന്ന രീതിയിൽ നാം വളർന്നു വന്നാലും ശരി, നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ വളർത്തിയെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ഗുണങ്ങളിൽ ഒന്ന് നമ്മിലെ സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മെപ്പറ്റി വളരെ നല്ല മതിപ്പുണ്ടാകണം. നമ്മെപ്പറ്റി സ്വയം നമുക്ക് അഭിമാനിക്കാൻ സാധിക്കണം. ഈ ഭൂമിയിൽ ആരും വെറുതെ ജനിക്കുന്നില്ല. അവരോരോരുത്തർക്കും അവരുടേതായ നിയോഗങ്ങളുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. അവയാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥമായ ലക്ഷ്യങ്ങൾ. നമുക്കും ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യുവാനില്ല എന്ന തെറ്റായ ധാരണയെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. പണ്ട് പറയാറുണ്ട്, നിലച്ചുപോയ ക്ലോക്കും ഒരു ദിവസം 2 തവണ യഥാർത്ഥമായ സമയം കാണിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മോശമാണ് എന്ന് മറ്റുള്ളവരും നമ്മളും ചിന്തിച്ചാലും ശരി, എവിടെയെങ്കിലും നമുക്ക് നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, നമ്മുടെയൊക്കെ പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. പക്ഷെ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. എത്രമാത്രം കഴിവുള്ളവനാണെങ്കിലും അയാൾ സ്വയം പറയുന്നത്, എൻ്റെ ജീവിതം ദുരിതപൂർണമാണ്, ഞാൻ ഒരിക്കലും വിജയിക്കില്ല, എന്നെ കൊള്ളില്ല, എന്തിനാണ് ഇങ്ങനൊരു ജീവിതം തുടങ്ങി ദുരിതപൂർണമായ രീതിയിലേക്ക് കേഴുന്ന എത്രയോ വ്യക്തികളെ നാം കാണാറുണ്ട്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കുന്നവൻ ഇന്നു മുതൽ ചിന്തിക്കുക, എനിക്കുമുണ്ട് പലതും ചെയ്യാൻ. ഐ ആം ദ ഹീറോ ഇൻ ദിസ് വേൾഡ്. ഞാൻ കഴിവുള്ളവനാണ്, എനിക്കത് സാധിക്കും. ഈ ലോകത്ത് എനിക്കും എൻ്റെതായ ചില കർമ്മങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ചിന്തകളെ നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മിലേക്ക് വളർത്തിയെടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുക. അവ നമുക്ക് കരുത്തേകും. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ചിന്തകൾ നാം നമ്മിൽ വളർത്തിയെടുക്കുമ്പോൾ നാം മുന്നേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാം നമ്മെപ്പറ്റി നല്ലത് ചിന്തിക്കും, നമ്മിലെ കഴിവുകളെ കണ്ടെത്തൂ, നാം സ്വയം നമ്മെ സ്നേഹിക്കാൻ പഠിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ, സന്തോഷകരമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബി അപ്ഡേറ്റ്. ദിനം പ്രതി, എന്തിനധികം നിമിഷം പ്രതി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നാം ഒരു പഴഞ്ചനായി മാറാതിരിക്കുക. ഓടുന്ന ലോകത്തോടൊപ്പം ഓടുവാൻ നമുക്ക് സാധിക്കണം. മാറ്റം എന്നത് പ്രകൃതി നിയമമാണ്, അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് ആ മാറ്റത്തോടൊപ്പം മാറാൻ സാധിക്കുന്നു എന്നത് നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. പലപ്പോഴും നമ്മെ സമ്മർദ്ദത്തിലാക്കാൻ കാരണമായി തീരുന്നത് പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെയുള്ള നമ്മുടെ പ്രശ്നങ്ങളാണ്. ഒരു പരിധിവരെ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യം, നാം പലപ്പോഴും നമ്മുടെ അത്തരം പ്രവൃത്തികളിൽ, നാം ഇടപഴകുന്ന വേദികളിൽ നാം അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇപ്പോഴും ടൈപ്പ് റൈറ്റർ കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന മനുഷ്യനായിരിക്കുമ്പോൾ നാം എത്രമാത്രം സമ്മർദ്ദത്തിന് അടിമപ്പെടുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതിൽ നാം വിജയം കൈവരിക്കണമെങ്കിൽ വിരൽ തുമ്പിലേക്ക് എത്തുന്ന ലോകത്തെ നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി പഠിക്കുവാൻ സാധിക്കണം. പുതിയ പുതിയ ആശയങ്ങളെ കണ്ടെത്താൻ സാധിക്കണം. നമ്മുടെ കഴിവുകളെ ലോകമറിയട്ടെ. കാലം മാറുന്നതിനനുസരിച്ച് കൊണ്ട് നമ്മിൽ മാറ്റമുണ്ടാകാൻ നാം സ്വയം ശ്രമിക്കണം. അതിവേഗത്തിൽ കുതിക്കുന്ന ലോകത്തോടൊപ്പം മുന്നോട്ട് കുതിക്കാൻ നാമും തയ്യാറാവുക. അവ നമ്മെ വിജയത്തിലെത്തിക്കും, നമ്മുടെ സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കും, നമുക്ക് സന്തോഷകരമായ ജീവിതം പ്രദാനം ചെയ്യും. എപ്പോഴും അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നാം സന്തോഷത്തെ കണ്ടെത്തണമെങ്കിൽ മറക്കേണ്ടവ മറക്കുവാനും ഓർക്കേണ്ടത് ഓർക്കുവാനും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറക്കേണ്ടത് മറക്കുക, ഓർക്കേണ്ടത് ഓർക്കുക. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ, നാം നേരിട്ട ചില സമയങ്ങൾ, അവ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കും തോറും നമ്മെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവ നമ്മെ സന്തോഷം നമ്മുടെ മനസ്സുകളിൽ നിറയ്ക്കും. എന്നാൽ മറ്റു ചിലവ നാം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മെ തളർത്തുന്നവയാണ്, നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കുന്നതാണ്. അത്തരത്തിലുള്ള ചിന്തകളെ നാം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുകയും അതുവഴി നമുക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയണം. അവ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിന് എത്രമാത്രം സന്തോഷം തരുന്നു എന്ന് നാം ചിന്തിക്കുന്നുവോ അത്രമാത്രം അത് ഓർത്തുകൊണ്ടേയിരിക്കുക. അത്തരത്തിലുള്ള നല്ല ചിന്തകൾ, നല്ല ഓർമ്മകൾ നമ്മെ ഈ ലോകത്ത് വിജയിക്കാൻ പ്രാപ്തനാക്കും, ഊർജ്ജസ്വലമാക്കി മാറ്റും. നാം പലപ്പോഴും പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഓർക്കുവാനായി നല്ല ഒരു സുപ്രഭാതം പോലും, നല്ലൊരു ദിനം പോലുമില്ല, നല്ലൊരു സംഭവം പോലുമില്ല എന്നാണ്. തികച്ചും തെറ്റാണ്.
ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ചില നിമിഷങ്ങളുണ്ട്. അവ നിങ്ങളുടെ മനസ്സുകളിൽ എന്നും താലോലിച്ചുകൊണ്ടേയിരിക്കുക. സന്തോഷമുളവാക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, ഇടപഴകിക്കൊണ്ടേയിരിക്കുക. ആ ഓർമ്മകൾ എന്നും മനസ്സിൽ നിറയട്ടെ. നമ്മിലുണ്ടായ കരിദിനങ്ങൾ ഓർക്കേണ്ടവയല്ല, അവയെ ദൂരെ വലിച്ചെറിയുക. മറിച്ച് നാം അറിയാതെ ചിരിച്ചുപോയ, നമുക്ക് സന്തോഷം നൽകിയ സൗഹൃദങ്ങളുടെ ഓർമ്മകൾ, നമ്മൾ പഠിച്ചു വളർന്ന കാലഘട്ടത്തിലെ ഓർമ്മകൾ, നമ്മുടെ നല്ല നല്ല ബന്ധങ്ങൾ മൂലം നമുക്ക് ലഭിച്ച ഓർമ്മകൾ, നമ്മെ വിജയത്തിലേക്ക് എത്തിച്ച നല്ല നല്ല ചിന്തകൾ, ഇവയൊക്കെ നിങ്ങളുടെ മനസ്സുകളിൽ നിറയ്ക്കാൻ ശ്രമിക്കൂ. നാം ചെയ്ത നല്ല പ്രവൃത്തികൾ, അതുമൂലം മറ്റുള്ളവർക്കുണ്ടായ ഉപകാരങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. അവരുടെ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ജീവിതം നിങ്ങൾക്കും സന്തോഷകരമാക്കാം. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം പരിധികളില്ലാത്ത ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജീവിതം സന്തോഷകരമാക്കണമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ശീലിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ഒരു ശീലം നിങ്ങളുടെ ആഗ്രഹങ്ങളെ പരിധിക്കുള്ളിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കണം. നമ്മളിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ്. അനാവശ്യമായ ആഗ്രഹങ്ങൾ നമ്മെ ദുഃഖത്തിലേക്ക് എത്തിക്കും. എന്നു വെച്ചുകൊണ്ട് സ്വപ്നം കാണണ്ട, അത് നേടിയെടുക്കുവാൻ ഓടണ്ട എന്നല്ല. മറിച്ച് അനാവശ്യമായി നമ്മെ വേദനിപ്പിക്കുന്ന, ദുഃഖത്തിലെത്തിക്കുന്ന ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കണം. അവർക്ക് പരിധികൾ വെക്കാൻ നമുക്ക് സാധിക്കണം. ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കുവാൻ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ സന്തോഷങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കും. നാം വേണമെന്ന് ആഗ്രഹിച്ചത് ലഭിക്കാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരമാണ് ക്രോധമെന്നത്. അത് നമ്മെ വളരെ ദോഷത്തിലേക്ക് നയിക്കും. സ്വപ്നങ്ങൾ കാണണം, അതിനായി പ്രയത്നിക്കണം, അതിനായി പരിശ്രമിക്കണം. വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി, വ്യക്തമായ ആഗ്രഹത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അനാവശ്യമായ ആഗ്രഹങ്ങളെ ജീവിതത്തിൽ തിരിച്ചറിയുക, അതിന് പിറകെ പോകാതിരിക്കുക. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് രാമായണം എന്ന ഇതിഹാസത്തിലെ സീതയുടെ ദുഃഖത്തെക്കുറിച്ച്. രാമനോടൊപ്പം ജീവിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് എന്നും ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നും ഏറ്റവും വലിയ സന്തോഷമാണ് എന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വനവാസത്തിനായി രാമന്റെ കൂടെ ഇറങ്ങിപ്പോയ പതിവ്രതയായ സ്ത്രീയാണ് സീത. മായപ്പന്മാൻ എന്ന മരീചകനെ കണ്ടപ്പോഴും അതിന് പിറകെ ഓടാനുള്ള വ്യർത്ഥമായ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ രാമായണത്തിലെ സീതയുടെ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമാണ് സീതയ്ക്കുണ്ടായത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറെ മായപ്പന്മാന്മാർ നമ്മുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടും. അവയ്ക്ക് പിറകെ ഓടുവാനല്ല, മറിച്ച് അത് മായയാണ് എന്ന് തിരിച്ചറിയുവാനും, അത് നമുക്ക് ആവശ്യമില്ല എന്ന് തിരിച്ചറിയാനും, അനാവശ്യമായ ആഗ്രഹമാണ് എന്ന് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നിടത്ത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കും. അതൊരു ശീലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷകരമായി മുന്നേറാൻ സാധിക്കും. ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ, സന്തോഷം കണ്ടെത്താൻ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കുണ്ടാകാം. അത് വ്യക്തിപരമായി വ്യത്യസ്തവുമാകാം. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുന്ന മനോഹരമായ ശീലങ്ങളാണിവ. ഇവ ജീവിതത്തിൽ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് ശീലിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കും. ഏവർക്കും സന്തോഷകരമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.